വിൽ എന്ന് പറയും, ഒസ്യത്ത് എന്ന് പറയും. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ മരണശേഷമുള്ള ആഗ്രഹം അത് നേരത്തെ എഴുതി വെക്കാം. അങ്ങനെ എഴുതി വെക്കുന്ന കാര്യം അത് വേണമെന്നില്ല, രഹസ്യമായിട്ട് എഴുതി വെക്കാം. അതായത് വില്ലേജ് ഓഫീസിൽ പോയി പോക്കുവരവ് ചെയ്യും. ആരുടെ പേരിലാണോ ബില്ല് എഴുതി വെച്ചിരിക്കുന്നത് അവരിലേക്ക് ഈ വസ്തു പേര് മാറ്റണം. എന്നിട്ട് അവരുടെ പേരിൽ നികുതി അടക്കണം. അതിന് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും പകർത്തിയ ഒരു സർട്ടിഫൈഡ് കോപ്പി, ബില്ലിന്റെ സർട്ടിഫൈഡ് കോപ്പി ആവശ്യമാണ്. ഇങ്ങനെ പകർത്തുന്നത് കൊണ്ട് രണ്ട് കാര്യമുണ്ട്. ഇതിന് ശേഷം വേറെ ബില്ല് ഇയാൾ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തും. അപ്പൊ ലാസ്റ്റ് ബില്ലാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഈ ബില്ല് വെച്ചിട്ട് നമ്മൾ ലോൺ കൊടുക്കും. ബില്ല് ഒരു ചാലഞ്ചബിൾ ഡോക്യുമെന്റ് ആണ് എന്ന ഭാഗം കൊണ്ട് നമ്മൾ മനസ്സിലാക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ ചാലഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ബില്ല്. ഒരാൾ ബില്ല് എഴുതി മകൾക്ക് എല്ലാ പ്രോപ്പർട്ടിയും കൊടുക്കും. പക്ഷെ മറ്റു മക്കൾ അത് സമ്മതിക്കണമെന്നില്ല. മറ്റു മക്കൾ ഇദ്ദേഹത്തിന്റെ മരണശേഷമാണ് അറിയുന്നത്. അപ്പൊ അവർ പറയുന്നു, ഈ മകളുടെ പേരിൽ ഇത് എഴുതി വെച്ചത് നിയമപരമായി തെറ്റാണ്. അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ച് അച്ഛനെ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഈ ബില്ല് എഴുതിയത് എന്നൊരു കംപ്ലൈന്റ് അവർക്ക് റേസ് ചെയ്യും. അതായത് ഈ ബില്ലിനെ അവർക്ക് ചാലഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ബില്ലുമായി വരുന്ന ആളുകൾക്ക് രജിസ്റ്റേർഡ് ബില്ലാണ് എന്ന് ഉറപ്പുവരുത്തണം. സർട്ടിഫൈഡ് കോപ്പി ഹാജരാക്കി വില്ലേജ് ഓഫീസിൽ നിന്ന് അതിന്റെ പോക്കുവരവ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷം അതിന്റെ കണക്റ്റഡ് ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്ത് വാങ്ങണം. കൂടെ ഇയാളുടെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി ഹാജരാക്കണം. ഈ മരിച്ചാൽ ആ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിക്കകത്ത് പറയും ലീഗൽ ഹെയർസ് ആരൊക്കെയാണ്. ആ ലീഗൽ ഹെയർസിനെ കൊണ്ട് ഒരു അഫിഡവിറ്റ് വാങ്ങിക്കും. ഈ ബില്ല് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഈ ബില്ല് ഞങ്ങളെ ഞങ്ങൾ ഒരിക്കലും ചാലഞ്ച് ചെയ്യുന്നതല്ല. ഒന്നുകിൽ ഈ ബില്ല് എല്ലാവർക്കും അവഹരി കൊടുത്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ മേലെ ഇവർക്കൊരു പരാതി, ഒരു കംപ്ലൈന്റ് ഉണ്ടാവാൻ പാടില്ല. ചാലഞ്ച് നാളെ ഉണ്ടാവുന്നുണ്ട്. ഒരു പരാതി സംബന്ധിച്ച് ബോധിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു അഫിഡവിറ്റ് കൂടെ വാങ്ങി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ബില്ലിന്റെ മേലെ കൊടുക്കാം. അല്ലെങ്കിൽ ബില്ല് ഏത് സമയത്തും ഒരു ചാലഞ്ച് വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കിയ ബില്ല്, ഒരു അണുവിന് വ്യത്യാസമില്ലാതെ തയ്യാറാക്കിയ ബില്ല് ഒരു കോടതി റദ്ദ് ചെയ്യപ്പെട്ടു. അതിന്റെ പൊസിഷൻ ഒത്തിരി സുപ്രീം കോടതിയുടെ വിധികളുണ്ട്. ഇങ്ങനെ ബില്ല് സർക്കംസ്റ്റൻസസ്, സാഹചര്യത്തിനനുസരിച്ചിട്ട് ബില്ല് ചാലഞ്ച് ചെയ്യപ്പെടാം എന്നുള്ളത്. അതുകൊണ്ട് ബില്ല് വെച്ച് ലോൺ കൊടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ലാസ്റ്റ് ബില്ലാണെന്ന് ഉറപ്പുവരുത്തുക. പവർ ഓഫ് അദ്ദേഹത്തിന്റെ ലീഗൽ ഹെയർഷിപ്പ് വാങ്ങിക്കുക. അയാൾക്ക് വേറെ അവകാശികൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും ഒരു അഫിഡവിറ്റും